ഡൽഹിയിൽ ഇപ്പോൾ ലഭിക്കുന്ന ഡൽഹിയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരങ്ങളിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നടക്കുന്ന ചർച്ച ഏതാണ്ട് 3 മണിക്കൂർ ആകുമ്പോഴും ഇതുവരെ ആരായിരിക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഒരു തീരുമാനം, ഒരു പേരിലെത്താൻ ഹൈക്കമാൻഡിന് കഴിയുന്നില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഒരു തരിമ്പ് പോലും വിട്ടുവീഴ്ചയ്ക്ക് 3 നേതാക്കളും തയ്യാറാകുന്നില്ല എന്നതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. അതനുസരിച്ച് ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണ തനിക്കാണെന്ന അവകാശവാദം AICC-യുടെ സംഘടനാകാര്യ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനുണ്ട്. MLA-മാരെക്കാൾ ജനപിന്തുണ തനിക്കാണെന്നും കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യവും പൊതുമനസ്സും തനിക്കൊപ്പമാണ് എന്നുമാണ് VD സതീശന്റെ അവകാശവാദം. സീനിയോറിറ്റിയും ഭരണപരിചയവും ഹൈക്കമാൻഡിന്റെ എല്ലാ തീരുമാനങ്ങൾക്കും അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി അനുസരിച്ച് നിന്നിട്ടുള്ള പാരമ്പര്യവും ഒക്കെ ഉയർത്തിക്കാട്ടിയാണ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാനുള്ള തന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ അർഹതയെ ഊട്ടിയുറപ്പിക്കുന്നത്. ഏതായാലും ഒറ്റ വിവരം പുറത്തു വരുന്നത് 3 പേരും ഒരേപോലെ തന്നെ അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ്. അങ്ങനെയാണെങ്കിൽ തീരുമാനം വൈകുന്നതിന് പിന്നിൽ മറ്റു കാരണങ്ങൾ തിരയേണ്ടതില്ല. ഹൈക്കമാൻഡിന് ഇവരിൽ 3 പേരിൽ ആരെ കൊള്ളണം, ആരെ തള്ളണം എന്ന കാര്യത്തിൽ ഒരു തീർപ്പിലെത്താൻ കഴിയുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇനിയിപ്പോൾ സോണിയാഗാന്ധിയുടെ അഭിപ്രായം കൂടി തേടിയ ശേഷം തീരുമാനമുണ്ടാകും എന്നൊക്കെയുള്ള സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. രാഹുൽ ഗാന്ധി അവിടെയുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കപ്പെടും. അതോടൊപ്പം തന്നെ MLA-മാരുടെ തലയെണ്ണം പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ജനവികാരം അണപൊട്ടുന്നു VD സതീശന് അനുകൂലമായും എന്ന വിവരങ്ങൾ കൂടി നിൽക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളാണ് നമ്മളിപ്പോൾ വിവരങ്ങളാണ് പുറത്തു വരാനുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളുമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞത് KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, അതോടൊപ്പം തന്നെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവർ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നു. കേരളത്തിന്റെ സംഘടനാകാര്യ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി ജനറൽ സെക്രട്ടറിയെ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. വിനീത VG, ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ നിന്ന് തത്സമയ റിപ്പോർട്ടുകളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനീത, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ അവിടുത്തെ നേതാക്കളെ ഒറ്റയ്ക്ക് കാണുകയായിരുന്നു ഹൈക്കമാൻഡ്. അതിനുശേഷം ഒരു തീരുമാനം എന്നതായിരുന്നു നമ്മൾക്ക് ലഭിച്ചിരുന്ന വിവരം. ഇപ്പോൾ എല്ലാ നേതാക്കളെയും കണ്ടു കഴിഞ്ഞു. തീരുമാനം, പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകും. GK പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഖർഗെയുടെ വസതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറെക്കുറെ ചർച്ച പൂർത്തിയായി, നേതാക്കൾ പുറത്തേക്ക് എത്തിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. യോഗം അവസാനിച്ചു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നേതാക്കളുടെ പ്രതികരണം അടക്കം തേടേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ GK സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് മണിക്കൂറുകളോളം നീളുന്നതായിരുന്നു ഇന്നത്തെ ഈ കൂടിക്കാഴ്ച എന്നുള്ളത്. ആദ്യഘട്ടത്തിൽ എല്ലാ നേതാക്കളെയും ഒന്നിച്ചിരുത്തിക്കൊണ്ട് ഒരു ചർച്ചകൾ നടന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനാണ് ഹൈക്കമാൻഡ് KC വേണുഗോപാലിന്റെ പേര് മുന്നോട്ടൊരു നിർദ്ദേശമെന്ന രീതിയിൽ വച്ചത്. സ്വാഭാവികമായും അതിൽ വലിയൊരു വിമർശനം തന്നെയാണ് രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ VD സതീശനും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തന്നെ ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ അത് വളരെ കൃത്യമായി തന്നെ താൻ നിറവേറ്റിയെന്നും ഒപ്പം തന്നെ ഈ ഏറ്റവും അന്തിമഘട്ടത്തിലും നമുക്ക് അറിയാൻ കഴിയുന്നത് 1 ഇഞ്ച് പോലും ഈ ആവശ്യങ്ങളിൽ നിന്ന് നേതാക്കൾ പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നേതൃത്വം ഏൽപ്പിച്ച ചുമതല അത് താൻ ഭംഗിയായി നിർവഹിച്ചു എന്നാണ് ഈ ഒറ്റയ്ക്കുള്ള, അതായത് പ്രത്യേകമായി നേതാക്കളെ കണ്ട ആ വേളയിൽ ഹൈക്കമാൻഡിനോട് VD സതീശനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഏൽപ്പിച്ച ദൗത്യം താൻ നിറവേറ്റി. മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ല എന്ന ഒരു കടുംപിടുത്തം ആണ് VD സതീശന് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതേസമയം പിന്നോട്ടില്ലെന്ന KC വേണുഗോപാലും നിലപാട് കടുപ്പിക്കുകയാണ് ഉണ്ടായത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു കീഴ്വഴക്കത്തെ സംബന്ധിച്ചിടത്തോളം MLA-മാരുടെ പിന്തുണ പരിഗണിക്കുക എന്നുള്ളതാണ് ഒരു കീഴ്വഴക്കം. അത് നിലവിൽ തെറ്റിക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളതായിരുന്നു KC വേണുഗോപാൽ മുന്നോട്ട് വെച്ച ഒരു വാദം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങളിൽ അങ്ങനെ MLA-മാരുടെ ഒരു പിന്തുണ തനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത് പരിഗണിക്കണമെന്ന തരത്തിൽ തന്നെയാണ് KCയും ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. MLA-മാരുടെ പിന്തുണയ്ക്ക് പ്രഥമ പരിഗണന നൽകണമെന്നായിരുന്നു KC വേണുഗോപാൽ മുന്നോട്ട് വെച്ച വാദം. അതേസമയം സീനിയോറിറ്റി പരിഗണിക്കണമെന്നുള്ളത് തന്നെയാണ് രമേശ് ചെന്നിത്തലയും മുന്നോട്ട് വെച്ചത്. ഒപ്പം തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും കേരളത്തെ തള്ളിവിടരുതെന്നടക്കമുള്ള ആവശ്യങ്ങൾ അദ്ദേഹവും ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ 3 നേതാക്കളും അവരുടെ മുഖ്യമന്ത്രിയാകാനുള്ള അർഹത, അതിന്റെ കാര്യകാരണങ്ങൾ ഹൈക്കമാൻഡിന് മുന്നിൽ നിരത്തിക്കൊണ്ട് ഒരു അടി പോലും 3 പേരും പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രതിസന്ധി അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ നിന്നൊരാൾ എന്നതാണ് വരുന്നതെങ്കിൽ KC വേണുഗോപാലിന് അവിടെ സ്ഥാനമില്ല. അതേസമയം തന്നെ AICC-യിൽ വലിയ സ്വാധീനമുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ പിന്നാമ്പുറത്ത് നിന്ന് ഇതിനെ നയിച്ച ഒരാൾ എന്ന നിലയിലൊക്കെ KC വേണുഗോപാൽ ഇതിൽ അർഹത ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും എങ്ങനെയാണ്, എന്തൊക്കെ പരിഗണനകളിലായിരിക്കും ഇനി കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിലുള്ള അവ്യക്തതയും സന്ദിഗ്ധതയും നിലനിൽക്കുകയാണ്. നമുക്ക് ബൽറാം നെടുങ്ങാടിയിലേക്ക് പോകാം. ബൽറാം, നമുക്ക് എന്തെങ്കിലും സൂചന കിട്ടുന്നുണ്ടോ ബൽറാം?
അറിയിച്ചിട്ടില്ല. നേതാക്കൾ യോഗം പൂർത്തിയായിരിക്കുന്നു. നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങളാണ്. യോഗം പൂർത്തിയാക്കി കേരളത്തിൽ നിന്നെത്തിയ 3 നേതാക്കൾ രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ, സണ്ണി ജോസഫ്, ഒപ്പം തന്നെ KC വേണുഗോപാൽ എന്നിവർ പുറത്ത് ഇറങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ നേതാക്കൾ മാധ്യമങ്ങളെ കാണും. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിക്ക് മുന്നിൽ വാർത്താ സമ്മേളനത്തിന് വേണ്ടി മേശ ക്രമീകരിക്കുകയാണ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ. ആ പ്രഖ്യാപനം, കേരളം ദിവസങ്ങളായി കാത്തിരുന്ന പ്രഖ്യാപനം, മാരത്തോൺ ചർച്ചകൾക്ക് ഒടുവിൽ എന്ത് തീരുമാനമാണ്, എന്ത് ഫോർമുലയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ പ്രഖ്യാപിക്കും. അതെന്തായാലും നേതാക്കൾ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. എല്ലാവരും ഒന്നിച്ചു തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. എല്ലാവർക്കും സമ്മതമായ ഒരു ഫോർമുലയിലേക്ക് കാര്യങ്ങൾ ഒടുവിൽ എത്തിയിരിക്കുന്നു. അതിന്റെ ഭാഗമായി ചർച്ച പൂർത്തിയാക്കിയിരിക്കുന്നു. 3 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചകൾക്ക് ഒടുവിലാണ് കാര്യങ്ങൾ ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ നേതാക്കൾ പുറത്തേക്ക് വരും, മാധ്യമങ്ങളെ കാണും. അല്ല ബൽറാം, നമുക്ക് എന്തെങ്കിലും സൂചന കിട്ടുന്നുണ്ടോ ബൽറാം? കാരണം തൊട്ടു മുമ്പ് വരെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നൽകിയ പേര് KC വേണുഗോപാലിൻ്റെതായിരുന്നു. അതിന് കാരണമായി പറഞ്ഞത് കീഴ്വഴക്കം തന്നെയാണ്. MLA-മാരുടെ എണ്ണം നോക്കിയാണ് തീരുമാനങ്ങൾ എടുക്കുക. അതുകൊണ്ട് കീഴ്വഴക്കം അനുസരിച്ച് അങ്ങനെ MLA-മാരുടെ പിന്തുണയുള്ളത് KC വേണുഗോപാലിന് ഭൂരിപക്ഷം പേരുടെയും. അത് പരിഗണിച്ചുകൊണ്ട് KC-ക്കായിരിക്കും ഇത്തവണ മുഖ്യമന്ത്രിയാകാനുള്ള അവസരം എന്ന നിലയിലൊക്കെ നേരത്തെ ചില സൂചനകൾ വന്നിരുന്നു. ആ സൂചനകൾ ബലപ്പെടുന്നുണ്ടോ ഇപ്പോൾ ഈ നേതാക്കൾ യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ? യോഗം പൂർത്തിയായിരിക്കുന്നു. സൂചനകൾ ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. എന്നാൽ പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. 3 നേതാക്കളും അംഗീകരിക്കുന്ന ഒരു ഫോർമുലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ആ തീരുമാന പ്രഖ്യാപനമാണ് ഉടൻ ഉണ്ടാകാൻ പോകുന്നത്. ഈ കഴിഞ്ഞ മണിക്കൂർ കാര്യം കൂടി സാധാരണ നമ്മൾ നേരിട്ട് കാണുമ്പോൾ മാധ്യമപ്രവർത്തകരോട് പറയാറുള്ളതാണ് അവരുടെ ശരീരഭാഷയിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ കഴിയുമെന്ന്. 3 നേതാക്കളെ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ദീപാദാസ് മുൻഷി കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ACC ജനറൽ സെക്രട്ടറിയും ഉണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന സമുന്നതരായ 3 നേതാക്കളെ നമുക്ക് കാണാൻ കഴിയും. അവിടെ ACCയുടെ സംഘടനാകാര്യ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയശില്പി എന്ന് വിശേഷണമുള്ള വി.ഡി. സതീശൻ. 3 പേരെയും നമുക്ക് കാണാം. 3 പേരും ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോയിരുന്നില്ല ഈ ചർച്ചയിൽ, 3 മണിക്കൂർ നീണ്ട ചർച്ചയിൽ എന്നാണ് നമുക്ക് ലഭിച്ചിരുന്ന വിവരം. ഏതായാലും ഒരു അനുനയത്തിന്റെ പാത കണ്ടെത്താൻ ഹൈക്കമാൻഡിന് സാധിച്ചിട്ടുണ്ട് എന്ന ഒരു നിലയാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബൽറാമും വിനീതയും അങ്ങനെ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും ദീപാദാസ് മുൻഷിക്കൊപ്പം ഈ 3 നേതാക്കളും മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നു. KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഈ ചർച്ചയിൽ ഉടനീളം ഉണ്ടായിരുന്ന അദ്ദേഹവും ഇപ്പോൾ നേതാക്കളോടൊപ്പം ഉണ്ട്. അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ അക്ഷമയോട് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഇതിനോടകം തന്നെ നിരവധി അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ ഓരോ നേതാക്കളും എടുത്ത നിലപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. 1 ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് നേതാക്കൾ കടുംപിടുത്തം പിടിച്ചതോടുകൂടി എന്തൊക്കെ മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ഹൈക്കമാൻഡ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് അറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. എന്താണ് നേതാക്കൾക്ക് പറയാനുള്ളത് നോക്കാം. വി.ഡി. സതീശൻ, ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയശില്പിയായി നിൽക്കുന്ന വി.ഡി. സതീശൻ, അതോടൊപ്പം തന്നെ കേരളത്തിലെ തലമുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, ACCയുടെ സംഘടനാകാര്യ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവർ, കേരളത്തിന്റെ സംഘടനാകാര്യ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കൊപ്പം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം ദീപാദാസ് മുൻഷി സംസാരിച്ചു തുടങ്ങും. എന്താണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം? ഹൈക്കമാൻഡ് എങ്ങനെയാണ് ഒരു അനുനയത്തിന്റെ പാത കണ്ടെത്തിയിരിക്കുന്നത്? ഏത് നേതാവിനാണ് നറുക്കു വീണിരിക്കുന്നത് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ എന്നത് കാത്തിരിക്കുന്നു. താൻ പറവൂരിലെ സീറ്റ് ഒഴിഞ്ഞുകൊടുത്ത് KC വേണുഗോപാൽ മത്സരിക്കട്ടെ എന്നതുൾപ്പെടെ വി.ഡി. സതീശൻ നിലപാടെടുത്തു എന്നൊക്കെ ചില റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. KC വേണുഗോപാലിന്റെ അവകാശവാദം MLA-മാരുടെ പിന്തുണ തനിക്കാണ്, അതാണല്ലോ കീഴ്വഴക്കം എന്നതാണ്. അതേസമയം അദ്ദേഹം മത്സരരംഗത്തുണ്ടായിരുന്നില്ലെന്ന കാര്യവുമുണ്ട്. ഏതായാലും മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ പോകുന്ന ദീപാദാസ് മുൻഷി, 3 നേതാക്കളും എത്തിയിട്ടുണ്ട്. ഇത് അനുനയത്തിന്റെ വെളിച്ചം എത്തിക്കഴിഞ്ഞു എന്ന് നമുക്ക് തോന്നുന്നു. ഏതായാലും നമുക്ക് എന്താണ് നേതാക്കൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. മാധ്യമപ്രവർത്തകരെ അവിടെ അനുനയിപ്പിച്ച് കൂടെ നിർത്തുകയാണ്. അവർക്ക് അവരുടെ മുന്നിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ പോവുകയാണ്. ഏതായാലും കേരളം വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന നിമിഷമാണ്. 3 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ എന്ത് തീരുമാനത്തിലേക്കാണ് കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി സംബന്ധിച്ച കാര്യങ്ങളിൽ ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത് എന്നറിയാൻ നമുക്ക് ആകാംക്ഷയുണ്ട്. ആ ആകാംക്ഷയ്ക്ക് അല്പസമയത്തിനകം വിരാമം ഉണ്ടാകും. ഇതാ കാര്യങ്ങൾ വിശദീകരിക്കാൻ പോകുന്നു ദീപാദാസ് മുൻഷി.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.